ശ്രീ നിർമ്മൽ എബ്രഹാം കൂടി ചേർന്നു. നിർമ്മൽ, നമ്മൾ നേരത്തെ സംസാരിക്കുമ്പോൾ ഈ സാഹചര്യത്തിലേക്ക് എത്തിയിരുന്നില്ല. ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ രാജിവെച്ച് ഒഴിയുകയാണ്. അപ്പോൾ രാജ്യത്തിന് നാഥനില്ല എന്ന അവസ്ഥയിലേക്ക് വരുന്നു. അദ്ദേഹം ദുബായിലേക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതകൾ. അപ്പോൾ നേപ്പാൾ എന്നൊരു കൊച്ചു രാജ്യം വല്ലാത്തൊരു ആഭ്യന്തര പ്രശ്നത്തിലേക്ക് പോവുകയാണ്. അതെ, ഇത്തരത്തിലുള്ളൊരു ഇത്രയും എലിവേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂലോട്ട് ആദ്യമായിട്ടാണ് നേപ്പാൾ പോകുന്നതെങ്കിലും പക്ഷെ പൊളിറ്റിക്കൽ ടേമോയിൽ അല്ലെങ്കിൽ പുതിയൊരു പ്രൈം മിനിസ്റ്ററെ തേടി പോകേണ്ട ഒരു സിറ്റുവേഷനിലോട്ട് വരുമെന്ന് തോന്നുന്നില്ല. കാരണം ഓൾറെഡി ഇപ്പൊ നേരത്തെ നേപ്പാളിൽ നിന്ന് തന്നെ സംസാരിച്ച അവിടുത്തെ ആള് പറഞ്ഞു കൃത്യമായിട്ട് അവിടെ കഴിഞ്ഞ 6 വർഷം തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞ 10 വർഷത്തിൽ തന്നെ 2015 മുതൽ മാറി 6 പ്രൈം മിനിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. അവിടെ ഒരു ഒപ്പോസിഷൻ ഇല്ല, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിന്ന് ഇതേ KP ശർമ്മ ഒലിയും അല്ലെങ്കിൽ പുഷ്പ കമാലും അല്ലെങ്കിൽ ഷേർ ബഹദൂറും തന്നെ മാറി പ്രൈം മിനിസ്റ്റേഴ്സ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നാച്ചുറലി ഇവിടെയും അങ്ങനെ ഒരു ചേഞ്ച് വരാൻ സാധ്യതയുണ്ട്. യങ്സ്റ്റേഴ്സ് അല്ലെങ്കിൽ ജെൻസി ആഗ്രഹിക്കുന്ന പോലെ ചെറുപ്പക്കാരനായിട്ടുള്ള മേയറെ പോലെ ഒരാൾ മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ ഈ റെവല്യൂഷൻ കൊണ്ടൊന്നും ആവില്ല. പിന്നെ ഇന്ത്യക്ക് ഇതിൻ്റെ അകത്ത് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ നാച്ചുറൽ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ഓപ്പൺ ബോർഡർ ആണ്. വിസയോ പാസ്പോർട്ടോ ഒന്നും ഇല്ലാതെ തന്നെ അങ്ങോട്ട് പോകാൻ കഴിയും, അങ്ങോട്ടും പോകാൻ കഴിയും. സോ ഒരു വലിയ ഇഷ്യൂലോട്ട് പോകാതിരിക്കുന്നതായിരുന്നു ഇന്ത്യക്ക് നല്ലത്. അതുകൊണ്ട് തന്നെ ഈ റെസിഗ്നേഷൻ ഇന്ത്യക്ക് ഗുണകരമാണെന്ന് വിശ്വസിക്കാം. കാരണം അല്ലായിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഫ്രീ എൻട്രി ആയതുകൊണ്ട് തന്നെ ഏതൊരാൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് താമസിക്കാനോ ജോലി ചെയ്യാനോ മാറാനോ ഉള്ള സിറ്റുവേഷൻ വരുമ്പോൾ ഒരു റെഫ്യൂജി ക്രൈസിസ് ഒക്കെ സംഭവിച്ചാൽ അങ്ങനെയൊന്നും ഈ ഒരു 2-3 ദിവസത്തെ പ്രൊട്ടസ്റ്റ് സംഭവിക്കില്ല. പക്ഷെ നീണ്ടുപോയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യയെ ചെറിയ രീതിയിലെങ്കിൽ ഇന്ത്യ ഒന്നുകൂടെ അലേർട്ട് ആവേണ്ടിയിരുന്ന ഒരു സിറ്റുവേഷൻ വന്നേനെ. താങ്ക്ഫുള്ളി പ്രൈം മിനിസ്റ്റർ രാജിവെച്ചു എന്ന് കേൾക്കുന്നു. അത് സത്യമാണെന്നുണ്ടെങ്കിൽ പ്രൊട്ടസ്റ്റിന്റെ ഇന്റൻസിറ്റി എന്ന് പറയും. പക്ഷെ ജെൻസി ആഗ്രഹിക്കുന്നത് നേരത്തെ അവിടുത്തെ നേപ്പാളി സിറ്റിസൺ പറഞ്ഞതുപോലെ അവർ ആഗ്രഹിക്കുന്നത് കറപ്ഷനും നെപ്പോട്ടിസവും ഫേവറിറ്റിസവും ഒക്കെ ND ആണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒലി മാറി ഷേർ ബഹദൂർ വന്നതുകൊണ്ടോ ഷേർ ബഹദൂർ മാറി പുഷ്പ കമാൽ വന്നതുകൊണ്ടോ സംഭവിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം 3 പേരും ഒരേപോലെ പാരമ്പര്യമുള്ള അല്ലെങ്കിൽ ഈ കറപ്റ്റഡ് ഗവൺമെന്റ് വിങ് എന്ന് വിശേഷിപ്പിക്കാവുന്ന കഴിഞ്ഞ 10 വർഷത്തെ വിങ്ങിലെ മെമ്പേഴ്സ് തന്നെയാണ്. അല്ല, അതാണ് നിർമ്മൽ. ഇപ്പം നേരത്തെ ഞാൻ ശ്രീ രഞ്ജനോട് ചോദിച്ചത്, അവിടെ നേരത്തെയും ഇതേപോലെ സർക്കാരിനെതിരെ പ്രതിഷേധവും പ്രക്ഷോഭവും ഉണ്ടായത് രാജാവിനെ അനുകൂലിക്കുന്ന ആളുകളാണ്. വീണ്ടും രാജവാഴ്ചയിലേക്ക് നേപ്പാൾ വരണം എന്നൊരു ആവശ്യം ഒരു വലിയ വിഭാഗത്തിനിടയിൽ ശക്തമാണ്. ഇപ്പോൾ ഇങ്ങനെയൊരു പ്രത്യേക സാഹചര്യം ഉണ്ടാകുമ്പോൾ അത് പരമാവധി ഉപയോഗപ്പെടുത്താൻ ആ വിഭാഗം ശ്രമിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതൽ ഒരു അസ്ഥിരത നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നേപ്പാൾ പോകുന്നുവെന്നാണോ കണക്കാക്കേണ്ടത്? അങ്ങനെ കരുതുന്നില്ല, പ്രത്യേകിച്ച് ചൈന അടുത്തുള്ളത് കൊണ്ട്. കാരണം വെച്ചാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇതിനകത്ത് വലിയൊരു ഇൻവോൾവ്മെന്റ് പോകത്തില്ല. പക്ഷെ ചൈനയെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 10 വർഷമായിട്ട് നേപ്പാളുമായിട്ട് അടുക്കുന്ന ഒരു രാജ്യമാണ്. ചൈനയ്ക്ക് അവിടെ ഇൻട്രസ്റ്റ് ഉണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം 2017 നേപ്പാള് ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിലെ ഒഫീഷ്യൽ മെമ്പറാണ്. ആ ബോർഡേഴ്സ് വഴിയാണ് പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഡിസ്പ്യൂട്ടുള്ള കാലാപ്പാനി ബോർഡറൊക്കെ ചൈനയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതുകൊണ്ട് നേപ്പാളിൽ ഒരു അസ്ഥിരത സംഭവിക്കണം എന്ന് ഒരിക്കലും നെയ്ബറിംഗ് കൺട്രീസ് ആയിട്ടുള്ള ഇന്ത്യയും ആഗ്രഹിക്കത്തില്ല, ഒട്ടും തന്നെ ചൈനയും ആഗ്രഹിക്കത്തില്ല. അതുകൊണ്ട് നിലനിർത്തിക്കൊണ്ട് പോകാൻ ഡിപ്ലോമാറ്റിക്കലിയോ അല്ലെങ്കിൽ അല്ലാത്ത രീതിയിലോ സഹായം നൽകാനായിട്ട് തീർച്ചയായിട്ടും ചൈനയൊക്കെ വില്ലിങ് ആയിരിക്കും. അപ്പൊ ഇവിടെ പ്രത്യേകിച്ച് ഈ പറയുന്ന രീതിയിൽ ഇപ്പം രാജഭരണം ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു പ്രൊട്ടസ്റ്റ് നടന്നാലും അതിനൊന്നും വലിയ രീതിയിലുള്ള ഇന്റൻസിറ്റി മുമ്പും നമ്മൾ കണ്ടിട്ടില്ല, ഈ ഒരു ലെവൽ വരെ എത്തിയിട്ടില്ല. അപ്പൊ അത് ക്യാപിറ്റലൈസ് ചെയ്യാൻ അവർ നോക്കുമെന്ന് തോന്നുന്നില്ല. അങ്ങനെ നോക്കിയാൽ തന്നെ നെയ്ബറിംഗ് രാജ്യമായ അവിടെ ഇൻട്രസ്റ്റ് ഉള്ള ചൈന അതിന് സമ്മതിക്കും എന്ന് തോന്നുന്നില്ല. അതായത് ഓപ്പൺലി ഫുൾ ഇന്റൻസിറ്റിയിൽ ചൈന മുന്നോട്ട് വരുമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഡിപ്ലോമാറ്റിക്കലി ആണെങ്കിലും സ്ട്രാറ്റജിക്കലി ആണെങ്കിലും ചൈനയ്ക്ക് നേപ്പാള് അവിടെ സ്ഥിരത ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയാണ് സ്ഥിരത വരിക എന്നുള്ളത് ഇപ്പോൾ ഈ സമരക്കാരൊക്കെ പലരും പറയുന്ന ആ പ്രതികരണങ്ങളുള്ളതാണ്. അവർ ഒരു പുതിയ നേതൃത്വം തന്നെ ഈ രാജ്യത്തിന് വേണം, അങ്ങനെ ഈ രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയൂ. നേപ്പാളിലെ പലരും നമുക്കറിയാം ഗൾഫ് രാജ്യങ്ങളിലൊക്കെയാണ് ജോലിക്കൊക്കെ ആയിട്ട് പലരും പോകുന്നത്. അപ്പോൾ രാജ്യത്ത് വേണ്ടത്ര തൊഴിൽ സാധ്യതകളില്ല, രാജ്യത്ത് ജനങ്ങൾക്ക് നിൽക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു സമരമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇത് അവരങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടുകച്ചവടം എന്ന പോലെ മാറി ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനമായി അവിടുത്തെ സർക്കാർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഈ KP ശർമ്മ ഒലി മാറിയാൽ ഇനി ആ സ്ഥാനത്തേക്ക് ആര് വരും? മുൻകാലങ്ങളിൽ പ്രധാനമന്ത്രിയായിട്ടിരുന്നവർ തന്നെ വരുമോ, അതോ ഇതേപോലെ അഴിമതി കഥകൾ മാത്രം നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ വരുമോ എന്നൊക്കെ പ്രശ്നമാണ്. ഇവർ ആവശ്യപ്പെടുന്ന പോലെ ഒരു പുതിയ നേതൃത്വം അത് അടുത്ത സാഹചര്യത്തിൽ സാധ്യമാണോ, അതോ ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ടോ? ഒരു കോalition രൂപപ്പെടുവാണെന്നുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന്റെ ആവശ്യം വരത്തില്ല. ഇപ്പൊ നേരത്തെ ഇരുന്ന പുഷ്പ കമാലിനെ ഇവർ രണ്ടുപേരും കൂടെയാണ്, KP ശർമ്മ ഒലിയും ഷേർ ബഹദൂറും കൂടെയാണ് ചാടിച്ചത്. അത് കഴിഞ്ഞ് ഇപ്പൊ തിരിഞ്ഞു വന്നിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് നാച്ചുറലി ഒരു കോalition ഫോം ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷന്റെ ആവശ്യം വരത്തില്ല. മൊത്തത്തിൽ പിരിച്ചു വിട്ടു കഴിഞ്ഞാൽ പുതിയ ഇലക്ഷനിലോട്ട് പോകാം. പക്ഷെ അങ്ങനെ പോയാലും നമുക്കറിയാം ഇത്രയും വർഷത്തെ പാരമ്പര്യമുള്ള 2 രാഷ്ട്രീയ പാർട്ടികൾ എന്ന് ഞാൻ പറയുന്നില്ലെങ്കിൽ രാഷ്ട്രീയ അലയൻസസ് അവിടെ ഈ 2 കൂട്ടരും ഉറച്ചു നിൽക്കുന്നുണ്ട്. പുഷ്പ കമാൽ ആയിക്കോട്ടെ ഷേർ ബഹദൂർ ആയിക്കോട്ടെ. അതുകൊണ്ട് തീർച്ചയായിട്ടും വീണ്ടും അവരിൽ ഒരാൾ വരാൻ തന്നെയാണ് നിലവിലെ സാധ്യത. അൺലെസ്
ഇതൊരു വലിയ റെവല്യൂഷനിലോട്ടൊക്കെ പോയി അത്ര വലിയൊരു മാറ്റം കൊണ്ടുവന്നാൽ. പക്ഷെ അതിനുള്ള സാധ്യത കാണുന്നില്ല തൽക്കാലം. ഇവർ രണ്ടുപേരും ആരെങ്കിലും ഒരാൾ തന്നെ അല്ലെങ്കിൽ ഒരു കോalition ഫോം ചെയ്തിട്ട് വീണ്ടും ഇവരിൽ ഒരാൾ പ്രൈം മിനിസ്റ്റർ ആയിട്ട് വരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അതൊരു സൈനിക ഭരണത്തിലേക്ക് പോകുന്ന അങ്ങനത്തെ ഒരു അട്ടിമറി ശീലങ്ങളൊന്നുള്ള അത്ര ഉള്ള സംവിധാനമല്ല നേപ്പാളിലെ സൈനിക സംവിധാനമെങ്കിലും നിലവിലൊരു സാഹചര്യത്തിൽ സൈന്യം ഭരണം ഏറ്റെടുക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് പോകും. കാരണം യുവാക്കളാണ് ഇങ്ങനെ ഇറങ്ങിയിരിക്കുന്നത്. ഓരോ ദിവസം ഇപ്പോൾ മന്ത്രിമാരുടെ ഭവനങ്ങൾ പാർലമെന്റ് വരെ തീവയ്ക്കുന്ന സാഹചര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു തരത്തിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. അപ്പോൾ പട്ടാളത്തിന് നേരിട്ടൊരു ഭരണം ഏറ്റെടുക്കേണ്ട സ്ഥിതിയൊക്കെ വന്നുകൂടായികയില്ല. അല്ല, അത് നമ്മൾ റീസെന്റ് ഹിസ്റ്ററിയിൽ ഇപ്പൊ ഇന്ത്യയുടെ നെയ്ബറിംഗ് കൺട്രീസിലെല്ലാം കഴിഞ്ഞ 4 വർഷത്തെ ശ്രീലങ്കയിൽ സിമിലർ ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് നടന്നു, പാകിസ്ഥാനിൽ സിമിലർ ആയിട്ടുള്ള പ്രൊട്ടസ്റ്റ് നടന്നു, ബംഗ്ലാദേശിൽ നടന്നു, ഇപ്പൊ അതേ നേപ്പാളിൽ നടക്കും. സോ നാച്ചുറലി ഇതിന്റെ ഇന്റൻസിറ്റി വർദ്ധിച്ചു വന്നാൽ, ഇപ്പൊ സോഷ്യൽ മീഡിയ ബാൻ ആയിരുന്നു മെയിൻ ഇഷ്യൂ എങ്കിൽ ആ ബാനിൽ തുടങ്ങി വെച്ചത് അത് ബാന് ലിഫ്റ്റ് ചെയ്തു. അവിടെ പകുതി പ്രശ്നങ്ങൾ അവസാനിച്ചു. അതിനുശേഷം ഇപ്പൊ ഇദ്ദേഹം റിസൈൻ ചെയ്യുന്നു. ഇനി മുന്നോട്ട് എക്സ്പ്ലിസിറ്റ് ആയിട്ട് ജെൻസി ഒരാളെ മുന്നോട്ട് വെച്ച് ഒരിക്കലും പറഞ്ഞിട്ടില്ല. അവർ പൊതുവേ പറയുന്ന ഇപ്പൊ നമ്മുടെ രാജ്യത്ത് നടക്കുന്ന പ്രൊട്ടസ്റ്റുകൾ എന്താ പറയുന്നത്, ഈ കറപ്ഷൻ അവസാനിപ്പിക്കണം, ഫേവറിറ്റിസം അവസാനിപ്പിക്കണം, നെപ്പോട്ടിസം അവസാനിപ്പിക്കണം, രാഷ്ട്രീയക്കാരും അവരുടെ മക്കളും ബന്ധുക്കളും മൊത്തം സാമ്രാജ്യം കയ്യേറുന്നത് അവസാനിപ്പിക്കണം എന്ന് നടക്കുന്ന ഒരു ജനറൽ പ്രൊട്ടസ്റ്റ് ആയിട്ട് കണക്കാക്കിയാൽ അവിടെ ഇന്റൻസിഫൈ ചെയ്യാനുള്ള സാധ്യത ഇനിയില്ല. പക്ഷെ ഇന്റൻസിഫൈ ചെയ്താൽ താങ്കൾ പറഞ്ഞ പോലെ ഒരു പക്ഷേ സൈന്യത്തിന് ഇടപെടേണ്ടി വന്നേക്കാം. പക്ഷെ പൂർണ്ണമായിട്ടും സൈനിക ഭരണത്തിലേക്കോ അല്ലെങ്കിൽ രാജഭരണത്തിലേക്കോ പോകുമെന്ന് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിലയിരുത്താനാവുന്നില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നിർമ്മൽ, ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പാണ് നേപ്പാൾ വഴി ഇങ്ങോട്ടേക്ക് ഭീകരർ കടന്നു വന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ പരിശോധനകളൊക്കെ ബീഹാർ അതിർത്തിയിലും നേപ്പാൾ കേന്ദ്രീകരിച്ചൊക്കെ നടക്കേണ്ടി വന്നു. നേപ്പാളിലെ ഈ ഭരണ സംവിധാനത്തിൽ അല്ലെങ്കിൽ മറ്റ് ഇന്റലിജൻസ് പിഴവുകളൊക്കെ നമുക്കൊരു വലിയ ഭീഷണിയായി മാറാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അവിടെ കുറച്ചുകൂടി സുശക്തമായ ഭരണ സംവിധാനവും ഒക്കെ ഉണ്ടാകേണ്ടത് ഇന്ത്യയുടെയും ആവശ്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നേരത്തെ നിർമ്മൽ പറഞ്ഞ പോലെ ചൈന അടക്കം ഇടപെടാൻ സാധ്യതയുണ്ടെങ്കിൽ അയൽ രാജ്യങ്ങളുടെ ഒരു ശ്രമം നേപ്പാളിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടി വരും അല്ലേ? അല്ല, ഇന്ത്യക്ക് അതിൻ്റെ അകത്ത് വലിയ ഇൻവോൾവ്മെന്റ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ നോക്കിയല്ലോ. ഇപ്പം ഗ്ലോബൽ പ്രൊട്ടസ്റ്റുകളിലൊക്കെ ഇന്ത്യ ചെയ്യുന്ന അതേ കാര്യം തന്നെയായിരിക്കും നേപ്പാളിന്റെ കേസിലും ചെയ്യാൻ പോകുന്നത്. കാരണം ഇവിടെ നമ്മൾ ആരെയും അനുകൂലിക്കുന്നില്ല, ആരെയും പ്രതികൂലിക്കുന്നില്ല. നേപ്പാളിന്റെ കേസിലും അങ്ങനെ തന്നെയാണ്. സോ അതുകൊണ്ട് ഇന്ത്യക്ക് അങ്ങനെ സ്ട്രോങ് ആയിട്ടൊരു സ്റ്റാൻസ് എടുത്തിട്ട് പുതിയൊരു ഗവൺമെന്റിന് വേണ്ടി ഇന്ത്യ പിന്നിൽ പ്രവർത്തിക്കുമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല കഴിഞ്ഞ ഒരു 10 വർഷത്തെ കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നേപ്പാള് ഇന്ത്യയിൽ നിന്ന് അകന്ന് ചൈനയിലേക്ക് അടുക്കുകയാണ്. ഇപ്പം 2015 പോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 20 നമുക്ക് ഓർമ്മയുണ്ട്, നേപ്പാള് ആദ്യമായിട്ട് പുതിയ മാപ്പും അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിലും ഈ പറയുന്ന കാലാപാനി റീജിയനിലുള്ള ഡിസ്പ്യൂട്ടഡ് ടെറിട്ടറി, ഇന്ത്യയുടെ ആണോ നേപ്പാളിന്റെ ആണോ എന്ന ഡിസ്പ്യൂട്ട് ഉള്ള ടെറിട്ടറി അവരുടെ മാപ്പിൽ ആദ്യമായിട്ട് ചൈനയുടെ പിൻബലത്തിൽ വരച്ചു കാണിക്കുന്നു, അത് ഒഫീഷ്യലൈസ് ചെയ്യുന്നു. 2017 BRI ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിൽ ജോയിൻ ചെയ്യുന്നു. പരമ്പരാഗതമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് ആയിരുന്നു നേപ്പാളിന് ഏറ്റവും കൂടുതൽ. അത് വർഷാവർഷമായിട്ട് ഇന്ത്യയുമായിട്ടുള്ള ട്രേഡ് കുറഞ്ഞു വരുന്നു, ചൈനയുമായിട്ടുള്ള ട്രേഡ് കൂടി വരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും കൂടുതലൊരു സ്റ്റേക്ക് എന്റെ അഭിപ്രായത്തിൽ ചൈനയ്ക്കാണ്. ഇന്ത്യ ഭയക്കേണ്ടത് താങ്കൾ കൃത്യമായിട്ട് പറഞ്ഞ പോലെ 5 സംസ്ഥാനങ്ങളുമായിട്ട് ബോർഡേഴ്സ് ഉണ്ട്. നേപ്പാളുമായിട്ട് ഓപ്പൺ ബോർഡർ 1950 ഇന്ത്യ ഒരു ഫ്രണ്ട്ഷിപ്പ് ആൻഡ് പീസ് ട്രീറ്റി എന്ന് പറഞ്ഞ ട്രീറ്റി നേപ്പാളുമായിട്ട് ഒപ്പുവെച്ചിരുന്നു. ആ ട്രീറ്റി പ്രകാരം അങ്ങോട്ട് പോകാൻ പാസ്പോർട്ട് വേണ്ട, വിസ വേണ്ട, ആർക്കും അവിടെ ചെന്ന് ജോലി ചെയ്യാം, ജീവിക്കാം, ബിസിനസ് തുടങ്ങാം, പഠിക്കാം. അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കെ ഇത് ഇന്റൻസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് നെഗറ്റീവ് എലമെന്റ്സ് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഭയക്കേണ്ടതുണ്ട്. പക്ഷെ തൽക്കാലം ബീഹാറിലുള്ള 7 റീജിയൻസ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. നേപ്പാളിൽ ഇത്രയും പ്രശ്നം നിൽക്കുമ്പോഴും ഇന്ത്യ ചൈന ഒരു റൂട്ട് വരുന്നത്, അത് നേപ്പാൾ അവരുടേതാണ് അവകാശപ്പെടുന്ന ഒരു സ്ഥലം, അത് ഇന്നത്തെ പത്രത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു തർക്കത്തിന് നേപ്പാൾ ഇപ്പോഴും തയ്യാറാകുന്നുണ്ട്. ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ പല ഘട്ടങ്ങളിലും നേപ്പാളിന് സഹായമായി അല്ലെങ്കിൽ പിന്തുണയായിട്ട് നിന്ന രാജ്യം എന്നത് പലപ്പോഴും നേപ്പാൾ മറന്നുപോയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇനി അവരുടെ ഈ ജിയോ പൊളിറ്റിക്കൽ ഇടപെടൽ എങ്ങനെ വരാനാണ് സാധ്യത? ജിയോ പൊളിറ്റിക്കൽ ഇടപെടൽ നമ്മൾ ഈ ഒരു കാലാപാനി റീജിയനെയാണ് ഉദ്ദേശിച്ചതെങ്കിൽ അത് 2020 മുതൽ അവർ ഒഫീഷ്യലൈസ് ചെയ്തു. അതിനുശേഷം ഇന്ത്യയായിട്ടുള്ള ബന്ധം വലിയ രീതിയിൽ മാറ്റം ഉണ്ടായിട്ടില്ല. മാത്രമല്ല ചൈന, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്നുകൂടെ അടുത്തിരിക്കുകയാണ്. സോ അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു വിട്ടുവീഴ്ച നേപ്പാളിന്റെ അടുത്ത് നിന്ന് ചൈന അവിടെ നിൽക്കുന്നിടത്തോളം കാലം വരുമെന്ന് തോന്നുന്നില്ല. 2 ഡിപ്ലോമാറ്റിക്കലി എന്തെങ്കിലും ഇപ്പൊ ഒരു വലിയ ക്രൈസിസിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഡിപ്ലോമാറ്റിക്കലി എപ്പോഴും സഹായിക്കാൻ പോകുന്നത് ചൈനയാണ്. അത് നമ്മൾ ഈ റീസെന്റ് ഹിസ്റ്ററി എടുത്ത് നോക്കിയാലും ഡിപ്ലോമാറ്റിക്കലി ചൈനയാണ് നേപ്പാളിനെ എപ്പോഴും സഹായിച്ചിട്ടുള്ളത്. ഇന്ത്യ നമ്മൾ പരമ്പരാഗതമായി നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നേപ്പാളുമായിട്ട് വലിയ സുഹൃത്ത് ബന്ധം സ്ഥാപിച്ചിരുന്നെങ്കിലും ഇപ്പൊ നമ്മുടെ അടുത്ത് കുറച്ച് അകന്നു പോകുന്ന ഒരു ട്രെൻഡാണ് നേപ്പാളിൽ കാണുന്നത്. അതാണ് ഇന്ത്യ ഭയക്കേണ്ട ഒരു കാര്യം. പിന്നെ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച ഒരു കാര്യം കൂടെ ഉണ്ട്, അതായത് ഈ
പറയുന്ന കാലാപാനി റീജിയനിൽ ഒരു ഡ്രൈ ജംഗ്ഷനാണ്. ഇന്ത്യയും ചൈനയും നേപ്പാളും ഒരു ഡ്രൈ ജംഗ്ഷനാണ്. അതുവഴി ഒരുപാട് ട്രാഫിക്കിംഗ്, അത് ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആയിക്കോട്ടെ, ഡ്രഗ്സിന്റെ ട്രാഫിക്കിംഗ് ആയിക്കോട്ടെ, ബന്ധപ്പെട്ടാണ് വലിയ തർക്കമുള്ളത് അല്ലേ? സോറി, ലിപ്പു ലേക്ക് പാസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോ സമീപകാലത്ത് വലിയ തർക്കം. കാലാപാനിയുടെ കാര്യമാണോ ഉദ്ദേശിച്ചത്? ചൈന ഒരു റൂട്ട് വരുന്നതുമായി ബന്ധപ്പെട്ട ഒരു തർക്കം കൂടി നേപ്പാൾ ഉന്നയിച്ചു. അതെ 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 അത് BRI-ആയിട്ട് ബന്ധപ്പെട്ട് ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവിന്റെ ഭാഗമായിട്ട് ചൈനയുടെ സിൽക്ക് റോഡ് ഇനിഷ്യേറ്റീവ് ആ വഴിയാണ് പോകുന്നത്. ഒപ്പം തന്നെ ഈ പറയുന്ന കാലാപാനി ഏരിയയിൽ ഈ പറയുന്ന ധൈര്യം നേപ്പാളിന് പകർന്നു കൊടുക്കുന്നത് ചൈനയാണ്, പിന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നത് ചൈനയാണെന്നുള്ള ആക്ഷേപമുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കെ ഇന്ത്യക്ക് ഒരു ന്യൂട്രൽ സ്റ്റാൻസ് വിട്ട് നിലവിൽ ഇന്ത്യയും ചൈനയും തമ്മിലുള്ള മാറി വരുന്ന ബന്ധമൊക്കെ ഈ അടുത്ത നിലപാടുകളെയും സ്വാധീനിക്കാൻ തന്നെയാണ് സാധ്യത എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും